ABC ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ പത്രവിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, എല്ലാത്തിലും വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ട്രംപിനെതിരെ US-ൽ വൻ പ്രതിഷേധം. ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. US-ൽ തന്നെ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം എന്നുള്ളത്. അതിന്റെ പറയുന്നത്, ആഗോളതലത്തിൽ ചർച്ചയായ US-ലെ പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം. 50 US സംസ്ഥാനങ്ങളിലായി 1200 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പകരച്ചുങ്കം, സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടൽ, പകരച്ചുങ്കം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ഹാൻഡസ് ഓഫ് എന്ന സംഘടനയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ US പ്രസിഡന്റിനെതിരെ, അതായത് രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വരുന്നത്. ജനങ്ങൾ പ്രതിഷേധിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഇത് 5 ലക്ഷത്തോളം ആളുകളൊക്കെ പങ്കെടുത്തു. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ചില ഭരണ മാറ്റങ്ങളോട്, ഭരണ പരിഷ്കാരങ്ങളോട് ജനങ്ങൾ എതിർത്തു തുടങ്ങി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ്. ഇപ്പം വായിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പത്രമായ ദീപികയിൽ വരുന്നത്, US പ്രസിഡന്റ് ട്രംപിനെതിരെയുള്ള വ്യാപക പ്രതിഷേധം ഭരണ, സാമ്പത്തിക, വ്യാപാര പരിഷ്കാരങ്ങൾക്കെതിരെയാണ്. ന്യൂയോർക്ക്, ഹൂസ്റ്റൺ, ഫ്ലോറിഡ, കൊളറാഡോ, ലോസ് ആഞ്ചൽസ് എന്നിവിടങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 10,000 തെരുവിലിറങ്ങി. ഹാൻഡ്സ് ഓഫ് എന്ന് പറയുന്ന സംഘടനയാണ് ഈ പ്രതിഷേധത്തിനെല്ലാം നേതൃത്വം നൽകുന്നത്. അതായത് പ്രതിഷേധ പ്രകടനത്തിൽ 5 ലക്ഷത്തോളം പേർ പങ്കെടുക്കണമെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പടിഞ്ഞാറൻ തീരം മുതൽ കിഴക്കൻ തീരം വരെയുള്ള 1300 നഗരങ്ങളിൽ പ്രതിഷേധം അലയടിച്ചു. 150 സംഘടനകളുടെ നേതൃത്വത്തിൽ ട്രംപിനെതിരെ നടക്കുന്ന പ്രതിഷേധ പരിപാടിയെ ഹാൻഡ്സ് ഓഫ് പ്രക്ഷോഭം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നു, ചില രാജ്യങ്ങൾക്ക് അനാവശ്യമായ ചുങ്കം ഏർപ്പെടുത്തുന്നു, ഞങ്ങൾ ഈ രീതിയിലുള്ള പരിഷ്കാരം നടത്താൻ പോകുന്നു, ഇതൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അവിടുത്തെ ജനതയ്ക്ക്. അപ്പോൾ അവർ പറയുന്നത്, വെള്ളക്കാരായ കുറച്ച് ആളുകൾ, അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അവർ ചില കേസുകൾ പ്രതിയാണ്, അവരാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് അല്ല, ട്രംപിനെ നിയന്ത്രിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് മസ്കിനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുമായിട്ട് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നു. പക്ഷേ ട്രംപിന് ഇതൊന്നും പ്രശ്നമല്ല. ട്രംപ് യൂറോപ്യൻ യൂണിയനെ വകവെക്കുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളെ വകവെക്കുന്നില്ല, മറ്റ് രാജ്യങ്ങളെ വകവെക്കുന്നില്ല. അപ്പോൾ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മൊത്തം അട്ടിമറിക്കുന്ന രീതിയിൽ, ട്രേഡ് രംഗത്തെ ഇളക്കി മറിക്കുന്ന രീതിയിൽ ട്രംപ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ ട്രംപ് ഇതിൽ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധത്തെ തള്ളിക്കളയുകയാണെന്നാണ് ട്രംപ് വൈറ്റ് ഹൗസ് പറയുന്നത്. തന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല, വരാനിരിക്കുന്ന ദിവസങ്ങൾ എളുപ്പമാകില്ല എന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു സാമ്പത്തിക വിപ്ലവമാണ്, നമ്മൾ വിജയിക്കും, കാത്തിരിക്കൂ, ഇത് എളുപ്പമാകില്ല, പക്ഷേ അന്തിമ ഫലം ചരിത്രമായിരിക്കുമെന്നാണ് ട്രംപ് കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. പകരച്ചുങ്കം മൂലമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ നേരിട്ട് വിപണിയിൽ ഇടപെടലുകൾ നടത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു, പഴയ കണക്കുകൂട്ടലുകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതിനാൽ സർക്കാർ നേരിട്ട് വിപണിയെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത്. താരിഫിൽ UK-ക്ക് 10% അധിക നികുതിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പകര ചുങ്ക പ്രഖ്യാപനം US ഓഹരി വിപണിയിൽ ഇടിവുണ്ടാക്കി. മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലേക്കുള്ള US ഇറക്കുമതിയെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം ചുമ്മാതല്ല, ആളുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ പ്രതിഷേധിക്കുന്നതിൽ പിന്നിൽ തക്കതായ കാരണമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന്റെ പ്രശ്നം എന്താ പറയുക, ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മെക്സിക്കോ വഴിയാണ്, കാനഡ വഴിയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് ഏറ്റവും നുഴഞ്ഞു കയറുന്ന മയക്കുമരുന്ന് കൊണ്ടുവരും ഇതൊക്കെ പറഞ്ഞത്. മാത്രമല്ല, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം ഞങ്ങൾക്ക് വേണം, അത് വളരെ മനോഹരമായ പ്രദേശമാണ്, പൈസ മേടിക്കാനൊക്കെ തയ്യാറാണെന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തിന് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അയൽ രാജ്യങ്ങളെ, തൊട്ടടുത്ത് ഇന്നലെ വരെ സഹകരിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ പിണക്കുന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് US വിദേശ നയങ്ങളിലുള്ള മാറ്റങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി ഹാൻഡ്സ് ഓഫ് കാനഡ, ഹാൻഡ്സ് ഓഫ് ഗ്രീൻലാൻഡ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. അപ്പം കാനഡയ്ക്ക് വേണ്ടി, മെക്സിക്കോയ്ക്ക് വേണ്ടി, ഗ്രീൻലാൻഡിന് വേണ്ടിയൊക്കെ പ്രതിഷേധം വരുന്നു. അപ്പോൾ അമേരിക്കയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ഇങ്ങനൊരു പ്രക്ഷോഭമായി വരുന്നത് സത്യത്തിൽ ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ട്രംപിൻ്റെ ഏകാധിപത്യപരമായ നിലപാട് ലോകരാജ്യങ്ങളെ പേടിപ്പിക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് ഇത്രയും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. കാരണം ട്രംപ് ജയിച്ചു കയറിയപ്പോൾ നമുക്കറിയാമായിരുന്നു അമേരിക്കൻ ജനതയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു, വലിയ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് US-ന് പുറത്തു നിന്ന് ലണ്ടൻ, ബെർലിൻ എന്നീ നഗരങ്ങളിലും പ്രതിഷേധം അരങ്ങേറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി റിട്ടയർമെന്റ്, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന് തങ്ങൾ ഭയപ്പെടുന്നതായി പ്രക്ഷോഭകരിൽ ചിലർ പറഞ്ഞു. നേരത്തെ തന്നെ ഈ ജോലി ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഉൾപ്പെടെ ഒന്നുകിൽ സ്വയം വിരമിക്കുക, അതല്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് ഈ ട്രംപ് പറഞ്ഞിരുന്നു, ട്രംപ് ഭരണകൂടം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ആർജവമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരല്ലെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവനക്കാരല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടും. പകരം നിങ്ങൾക്ക് ഇത്ര വർഷത്തെ
വർഷമുള്ള പെൻഷൻ തരാം, നിങ്ങളെ കൊണ്ട് പറ്റില്ല, പകരം ആളിനെ വെക്കാം. ഇതൊക്കെ തന്നെ ഒരു ഏകാധിപത്യ നിലപാടാണ്. അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ ജനങ്ങൾ വൻതോതിൽ പ്രതിഷേധം നടത്തുന്നു. നമുക്കറിയാം ടെസ്ല കാറുമായി ഉണ്ടായ പ്രക്ഷോഭം. ഈ ടെസ്ല കാറിന് ആഗോള വിപണിയിൽ വലിയ മാർക്കറ്റ് ഉണ്ടാകണം എന്നൊക്കെ വെച്ചിട്ടാണ് ട്രംപ് വലിയ പിന്തുണ നൽകിയത്. ഇന്ത്യയിൽ പോലും ഈ ടെസ്ല കാർ വിൽക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് മോദിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല മേഖലകളും, അതായത് ഈ പ്രധാനപ്പെട്ട അമേരിക്കയുമായി ഇന്നലെ വരെ അടുത്ത് നിന്ന രാജ്യങ്ങൾ ഈ ടെസ്ല കാറിനൊക്കെ വലിയ തീരുവ ചുമത്തി. എന്തിന്? അമേരിക്കയിലെ തന്നെ ടെസ്ല കാറുകളുടെ ഷോറൂമുകൾക്ക് നേരെ പോലും ആക്രമണം നടത്തി. അപ്പോൾ ട്രംപ് കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് ഓഫ് എന്താ പറയുന്നത് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അവർക്കെതിരെ ജനങ്ങൾ തിരിയുകയാണ്. അവർ കൊണ്ടുവരുന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ എല്ലാം ആണിക്കല്ലെന്ന് പറയുന്നത്. അപ്പം ഈ ചുങ്കം കൊണ്ടുവരുന്നത് എന്തിനാണ്? ഈ പകരച്ചുങ്കം, പ്രതികാര ചുങ്കം എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ വാർത്ത ലോകത്തെ മാധ്യമങ്ങളിൽ മുഴുവൻ വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് ജന്മഭൂമിയൊക്കെ ട്രംപിനെതിരെയുള്ള വൻ പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പ്രക്ഷോഭകർ പറയുന്നുണ്ട്. എന്നാൽ പ്രതിഷേധങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. നയങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ട്രംപിന്റെ ഈ നയങ്ങൾ യാതൊരു മാറ്റവും ഇല്ല. പ്രതിഷേധം അവിടെ നടന്നോട്ടെ. പക്ഷേ ഇത് സാധാരണ പ്രതിഷേധമല്ല. 5 ലക്ഷത്തോളം ആളുകൾ 1500ഓളം കേന്ദ്രങ്ങളിൽ പോലും പ്രതിഷേധിക്കുന്നു. രാജ്യത്തിന് പുറത്ത് ബ്രിട്ടനിൽ, അതുപോലെ തന്നെ കാനഡയിൽ, ബെർലിൻ എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ ട്രംപിന്റെ ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം വരുമ്പോൾ ട്രംപ് ഈ നികുതി ണ്ടല്ലോ ആ രാജ്യങ്ങളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയ്ക്കെതിരായ നിലപാട് വരുന്നു. പക്ഷേ ട്രംപിന് പേടിയില്ല. എന്താ അറിയോ? ട്രംപ് ഇപ്പോൾ പുട്ടിനുമായിട്ട് കൈകോർത്തിരിക്കുകയാണ്. അപ്പോൾ പുട്ടിനും ട്രംപും ഉണ്ടെങ്കിൽ ഞങ്ങളാണ് വലിയ ശക്തി എന്നുള്ള നിലയിൽ. പക്ഷേ എത്ര കാലം, എത്ര നാള്, എത്ര മണിക്കൂർ നിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. മാത്രമല്ല പ്രത്യേക അധികാരങ്ങളുള്ള പീഡന ആരോപണങ്ങൾ നേരിടുന്ന ഒരു കൂട്ടം വെള്ളക്കാരാണ് US-നെ നിയന്ത്രിക്കുന്നത്. സാമ്പത്തിക ഭ്രാന്താണ് ട്രംപ് കാണിക്കുന്നത്. അദ്ദേഹം ആഗോള മാന്ദ്യത്തിലേക്ക് ലോകത്തെ തള്ളിവിടുകയാണെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. US-ന് പുറത്ത് ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിനെതിരെ ഒരു കൂട്ടം ആളുകൾ, വെള്ളക്കാരൻ എന്നതിനപ്പുറം ഒരു കൂട്ടം ആളുകൾ ട്രംപിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. ഏകാധിപതി എന്ന് വിളിക്കുമ്പോഴും ട്രംപിനെ ഞങ്ങൾക്ക് ഭയമില്ല, ട്രംപിൻ്റെ നിലപാടുകളെ ഞങ്ങൾ ഭയക്കുന്നില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും, അത് പ്രതിഷേധത്തിൻ്റെ രീതിയിലാണെങ്കിൽ അങ്ങനെ തന്നെ, അതിൽ ഒരു പിന്മാറ്റവും ഇല്ല എന്നുള്ള ഉറച്ച നിലപാടോടുകൂടിയാണ് ഈ പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഹാൻഡ്സ് ഓഫ് കാനഡ, ഹാൻഡ്സ് ഓഫ് ഗ്രീൻലാൻഡ് എന്നീ മുദ്രാവാക്യങ്ങൾ വരെ ഉയർത്തി അവിടെ വരിക എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻലാൻഡിൻ്റെ അടുത്ത് ട്രംപ് കാണിച്ച ഒരു അമിത അധികാരം, ആവേശം, അതുപോലെ തന്നെ കാനഡയെ ഏതാണ്ട് ഒറ്റപ്പെടുത്തിയ നിലപാട്, കാനഡ പ്രധാനമന്ത്രിയൊക്കെ പുറത്താക്കിയത് എങ്ങനെയാണ്? പ്രധാനമന്ത്രിയോടല്ലേ പറഞ്ഞത് നിങ്ങൾ ഗവർണറാക്കാം, ജസ്റ്റിൻ ട്രൂഡോയോട് പറഞ്ഞു രാജ്യമാക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർക്ക് അവസരം കിട്ടിയപ്പോഴാണ് അവർ മുതലെടുത്തത്. ഇനി യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമ്മൾ ഒരുമിച്ചാണ് റഷ്യ അറ്റാക്ക് ചെയ്തത്, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് ഉക്രൈനെ തള്ളിക്കളഞ്ഞിട്ട് റഷ്യയുമായിട്ട് കൂട്ടുണ്ടാക്കി, എന്നിട്ട് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ്റെ സഹായം, സാന്നിധ്യം ഒന്നും വേണ്ട, ഞാനും ട്രംപൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്നോളാൻ. അവരാകെ പെട്ടുപോയി. കാരണം അവരും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി ഒറ്റയടിക്ക് ട്രംപ് മാത്രം അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യും? അന്ന് നമ്മൾ കരുതിയത് ഉക്രൈനെ അവർ സഹായിക്കുമെന്നാണ്. സത്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു. ആ അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങിയാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ശക്തിയൊന്നുമില്ല. ഇതാണ് നമുക്ക് വ്യക്തമാക്കിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെ ഹാൻഡ്സ് ഓഫ് പ്രതിഷേധവുമായി 10,000 നിരത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് ലോകത്തെ തന്നെ വലിയ വാർത്തയായി മാറിയത്. നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് രണ്ടാമതും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ അംഗീകരിക്കാം, പക്ഷേ 5 ലക്ഷത്തോളം ആളുകൾ ഏതാണ്ട് 1500ഓളം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്നു. 150 സംഘടനകൾ ഇതിൽ പങ്കുചേരുന്നു. ഇവർക്കെല്ലാം കൂടെ ചേർത്ത് ഹാൻഡ്സ് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രതിഷേധ കൂട്ടായ്മയായിട്ട് പേരിടുന്നു. ഇവർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ട്രംപിന് അല്ലെ ആ ഭരണത്തിന് ഭീഷണി തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് എല്ലാ പത്രങ്ങളും US-ൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം തെരുവിൽ നടക്കുന്നു എന്നുള്ള വാർത്ത പല മാധ്യമങ്ങളും നൽകിയിരിക്കുന്നത്. ഇത് ഗൗരവത്തോടെ തന്നെ അമേരിക്കയും അല്ലെങ്കിൽ ഇന്ത്യയും ഒക്കെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം സർക്കാരുകൾ ജനങ്ങൾക്ക് മേൽ അധിക നികുതിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് മേൽ ഒരു ഇടപെടൽ നടത്തിയാൽ തീർച്ചയായിട്ടും അവർ പ്രതിഷേധിക്കും. തെരുവിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.